ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കാവേരി തകർന്നിരിക്കുകയാണ്. കാവേരി കൂട്ടുകാരോടും പരിചയക്കാരോടൊക്കെ കാശ് ചോദിച്ചെങ്കിലും ഇത്രയും വലിയൊരു തുക എടുത്ത് സഹായിക്കാൻ തക്ക സൗഹൃദമൊന്നും കാവേരിക്കും തിരുവനന്തപുരത്തില്ല. അപ്പൊ കാവേരി തകർന്ന മട്ടിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. അപ്പൊ കാവേരിയുടെ നിസ്സഹായാവസ്ഥയൊക്കെ മനസ്സിലാക്കിയ മറ്റൊരാൾ കൂടിയുണ്ട്, നരൻ. അപ്പൊ കാവേരി എവിടുന്നെങ്കിലും കാശുമായിട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് വിനീത് ആശുപത്രിയിൽ നിൽക്കുന്നത്. അപ്പം ഓപ്പറേഷൻ നടത്താനുള്ള സകല സജ്ജീകരണങ്ങളും ആശുപത്രിയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാശ് മാത്രം അടിച്ചാൽ മതി. അപ്പം ആശുപത്രി അധികൃതർ അതിനെപ്പറ്റി ഗംഗയോടും ശാരദയോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കാവേരി ഇത് എവിടെ പോയി കിടക്കുക എന്നുള്ള രീതിയിൽ ഗംഗ കുറേ തവണ കാവേരിയെ വിളിക്കുന്നുണ്ടെങ്കിലും ഗംഗയുടെ കോളുകളൊന്നും കാവേരി അറ്റൻഡ് ചെയ്യുന്നില്ല. അവളോട് എന്ത് പറയാനാണ് എന്നുള്ള ചിന്തയാണ് കാവേരിയുടെ മനസ്സിൽ. ഇതേസമയം വിനീതും കാവേരിക്ക് എവിടെന്നെങ്കിലും കാശ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. ഇക്കാര്യങ്ങളൊക്കെ ഗംഗ അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഉപേക്ഷിക്കും. ഗംഗയില്ലാതെ തനിക്ക് ജീവിക്കാനും സാധിക്കില്ല എന്നൊക്കെയുള്ള ചിന്തകൾ വിനീതിന്റെ മനസ്സിലും അകപ്പെട്ടിരിക്കുക. അപ്പൊ കാവേരിയുടെ വരവിനായിട്ട് വിനീതും കാത്തു നിൽക്കുകയാണ്. അപ്പോഴാ കാവേരി ആശുപത്രിയിലേക്ക് വരുന്നത്. തന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, ഇത്രയും വലിയ തുക താൻ ഇനി എവിടെ നിന്ന് ഉണ്ടാക്കാനാ എന്നുള്ള ചിന്ത കാവേരിയെ സത്യങ്ങൾ എല്ലാവരെയും അറിയിക്കാൻ നിർബന്ധിതയാക്കുക. അപ്പൊ കാവേരി ആശുപത്രിയിലേക്ക് വരുന്ന കാണുമ്പോൾ തന്നെ വിനീത് കാവേരിയുടെ അടുത്തേക്ക് ഓടിച്ചില്ല. കാവേരി പൈസ എവിടെന്നെങ്കിലും റെഡി ആയോ എന്ന് ചോദിച്ച് കാവേരിയുടെ മുന്നിൽ നിന്ന് കരയാ. വിനീതേട്ട, ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു, ആരും ഇത്രയും വലിയ തുകയൊന്നും തന്ന് സഹായിക്കില്ല, അല്ലെങ്കിൽ തന്നെ എന്ത് ധൈര്യത്തിലാണ് തരിക എന്ന് ചോദിക്കുക. അപ്പൊ പിന്നെ ഇനി എന്താ നിളയുടെ ഓപ്പറേഷൻ എന്ന് ചോദിക്കുക. എനിക്കറിയില്ല, ഞാൻ വിചാരിച്ച ഇത്ര വലിയ തുകയൊന്നും ഇനി ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാം. അതിനർത്ഥം ഗംഗ സത്യങ്ങൾ അറിയില്ലേ? ഗംഗ സത്യങ്ങൾ അറിഞ്ഞാൽ എന്നെ ഉപേക്ഷിക്കില്ലേ? നിളയുടെ ഓപ്പറേഷൻ എല്ലാം ഞാൻ കാരണമാണ് എന്ന് പറഞ്ഞ് വിനീത് കാവേരിയുടെ മുന്നിൽ നിന്ന് കരയാണ്. അപ്പം കാവേരിക്ക് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയില്ല കേട്ടോ. കാരണം വിനീതിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. വിനീതിൻ്റെ അശ്രദ്ധയാണ് ഇത്രയും വലിയൊരു നഷ്ടം തങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാവേരിക്ക് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയില്ല. വിനീതേട്ട സമാധാനപ്പെട് എന്ന് പറയാം. ഞാൻ എങ്ങനെ സമാധാനപ്പെടും കാവേരി? അവസാന പ്രതീക്ഷ കാവേരിയിലായിരുന്നു. ഇതിപ്പം കാവേരിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുമ്പം ഇനി എന്താ നമ്മൾ ചെയ്യുക? എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഗംഗ ഇതൊരിക്കലും അംഗീകരിക്കില്ല, എന്നെ ഗംഗ പിന്നെ ഒരിക്കലും സ്നേഹിക്കില്ല എന്നും പറഞ്ഞ് വിനീത് അവിടെ നിന്ന് കരഞ്ഞു വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ വിനീതിന്റെ പറയുന്ന കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി സത്യമാണെന്ന് നമ്മുടെ കാവേരിക്കും അറിയാം. ഒരിക്കലും വിനീതരോട് ക്ഷമിക്കാൻ ഗംഗേച്ചിക്ക് ആവത്തില്ല. അവർ തമ്മിലുള്ള ബന്ധം തന്നെ ചിലപ്പം തകരാനും ഇതൊരു ഇടയാകുമെന്നും അറിയാം. പക്ഷെ താൻ ഇവിടെ നിസ്സഹായാണ്. ഇത്രയും വലിയ തുക എവിടെ നിന്ന് താൻ ഉണ്ടാക്കാനാണെന്ന ചിന്ത കാവേരിയും നിശബ്ദയാക്കാണ് കേട്ടോ. പെട്ടെന്ന് നരൻ ഇക്കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാവേരിയോട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ തന്നെ നരനും തീരുമാനിക്കുക. മറ്റൊന്നുമല്ല, ഒരു ഡീല്. നരന്റെ വിവാഹം വീട്ടിൽ വളരെയധികം നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എത്രയൊക്കെ നരനെ എതിർത്ത് നിന്നിട്ടും നമ്മുടെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ആരോഗ്യാവസ്ഥയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് അവരെ ഇനിയും വേദനിപ്പിക്കുന്നത് അവിടെ ആരോഗ്യത്തിന് ഒട്ടും ചേർന്നതല്ല എന്ന് ഗായത്രിയും നരനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ അകപ്പെട്ടിരിക്കുകയാണ് നരനും. താൻ സ്നേഹിച്ച പെൺകുട്ടിയല്ലാതെ മറ്റാരെയും തൻ്റെ ജീവിതസഹിയായിട്ട് നരന് കാണാനായിട്ട് സാധിക്കില്ല. അതുമാത്രമല്ല, ഇനിയും ഒരു പ്രണയവും സ്നേഹമൊന്നും നരന് വിശ്വാസം പോലും ഇല്ലാത്ത വിധം അത്രയധികം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ദാമ്പത്യ ജീവിതമൊന്നും നരൻ തൻ്റെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് കാവേരിയുടെ ഈ സാഹചര്യത്തെ മുതലെടുക്കാൻ തന്നെ നരൻ തീരുമാനിക്കുകയാണ് കേട്ടോ. മറ്റൊന്നുമല്ല, ഒരു ഡീല്. മറ്റൊരു ഡീല്. കാവേരി ഒരിക്കലും നിർബന്ധിക്കില്ല. പക്ഷെ കാവേരിക്ക് താല്പര്യമാണെങ്കിൽ കാവേരിയെ സഹായിക്കാം എന്നും നരൻ മനസ്സിൽ കരുതാണ്. അപ്പം നരൻ കാവേരി അങ്ങോട്ട് വിളിക്കുക. അപ്പം പെട്ടെന്ന് തൻ്റെ ഹൗസ് ഓണർ ഈ ആശുപത്രിയിൽ നിൽക്കുന്ന കാണുമ്പം കാവേരി അടുത്തോണ്ട് ചെല്ലുകയാണ്. എന്താ എന്ന് ചോദിക്കുക. അല്ല, കാവേരി എന്താ ഇവിടെ എന്നപ്പോൾ ചോദിക്കുകയാണ്. അപ്പം ഇയാൾക്ക് എൻ്റെ പേരൊക്കെ അറിയോ എന്നുള്ള രീതിയിൽ കാവേരി നരനെ അന്തം വിട്ട് നോക്കുകയാണ് കേട്ടോ. അത് ഇവിടെ നിളയെ ചികിത്സിപ്പിക്കുന്നത്, നിളയുടെ ഓപ്പറേഷന് ഡേറ്റ് എടുത്തിരിക്കുക എന്ന് പറയാം. ഓ, അല്ല, കാശൊക്കെ റെഡി ആയോ എന്ന് നരൻ ചോദിക്കുകയാണ്. അപ്പം നരന് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ എന്ന് കരുതി കാവേരി ഒന്നും മിണ്ടാതെ നിൽക്കുക. എന്താ, കാശ് റെഡി ആയില്ലേ? താൻ കൂടുതലൊന്നും ബുദ്ധിമുട്ടണമെന്നില്ല. തങ്ങളുടെ അവസ്ഥ എനിക്ക് ഏകദേശം മനസ്സിലായി. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവനും നഷ്ടപ്പെട്ടു അല്ലേ എന്ന് ചോദിക്കുക. അപ്പം നരൻ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ കാവേരി അയാളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഞാൻ ഈ ഹോസ്പിറ്റലിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. മിസ്റ്റർ വിനീതും കാവേരിയും തമ്മിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടു അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, നിളയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങൾ റെഡിയാക്കിയിരുന്ന പണം മുഴുവനും ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു
എത്തും പിടിയും കിട്ടുന്നില്ല. വീട്ടിലുള്ളവരോട് ഇത് പറയുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ തകർന്നു പോകും. ഗംഗേച്ചിയുടെ വിനീതേട്ടൻ്റെയും ജീവിതം പോലും ചിലപ്പം തകരാൻ കാരണമാകും എന്ന് അറിയാതെ കാവേരി എല്ലാ സത്യങ്ങളും വിളിച്ചു പറയണേ കേട്ടോ. അത് കേൾക്കുന്ന നരം പറയും, കാവേരിക്ക് മുന്നിൽ ഞാനൊരു ഓഫർ വെക്കട്ടെ എന്ന് ചോദിക്കുക. ഓഫറോ? എന്താ താൻ ഉദ്ദേശിക്കുന്നത് എന്ന് കാവേരി അപ്പോൾ ചോദിക്കുകയാണ്. ഒരു ഡീൽ, അതായത് കാവേരിയുടെ അനിയത്തിയുടെ ഓപ്പറേഷനുള്ള സകല ചെലവുകളും ഞാൻ വഹിച്ചോളാം. അത് കേൾക്കുന്ന കാവേരി അത്ഭുതത്തോടു കൂടി നരൻ്റെ മുഖത്തേക്ക് നോക്കുക. എന്താ പറയുന്നത് എന്നുള്ള രീതിയിൽ. പകരം എനിക്കൊരു സഹായം കാവേരി ചെയ്തു തരണം എന്ന് പറയാം. എന്ത് സഹായമാണ്? എൻ്റെ അനിയത്തിയുടെ ഓപ്പറേഷന് സഹായിച്ചാൽ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്ന് പറയണം. അത് കാവേരി ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. ഞാൻ ചോദിക്കുന്ന കാര്യം ചിലപ്പോൾ കാവേരിക്ക് ഉൾക്കൊള്ളാൻ പോലും സാധിക്കില്ല എന്ന് പറയാണ്. ഒരിക്കലും ഞാൻ നിർബന്ധിക്കില്ല, ശരിക്കും ആലോചിക്കുക എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന കാവേരി പറയും, എന്ത് സഹായമാണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് വീണ്ടും ചോദിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഒരു വർഷത്തേക്ക് എൻ്റെ ഭാര്യയായി എൻ്റെ വീട്ടിലൊന്ന് അഭിനയിക്കണം എന്ന് പറയാം. ഭാര്യയായി അഭിനയിക്കാനോ? എന്തൊക്കെയാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത് എന്ന് അപ്പോൾ കാവേരി ചോദിക്കുക. നിങ്ങൾക്ക് ജീവിതം എന്ന് പറയുന്നത് കുട്ടിക്കളിയായിട്ടാണോ കാണുന്നത്? എൻ്റെ ജീവിതമാണ് നിങ്ങൾ പകരം ചോദിക്കുന്നത് എന്ന് പറയാം. അതല്ല ഞാൻ പറഞ്ഞത്. കാവേരി ഒരിക്കലും ഞാൻ നിർബന്ധിക്കില്ല. ഒരു പാലമിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. എൻ്റെ കയ്യിലെ ഇത്രയും വലിയൊരു തുക കാവേരിയുടെ കുടുംബത്തിനൊരാവശ്യത്തിന് ഞാൻ തരുന്നു. പകരം എനിക്ക് വേണ്ട ഒരു സഹായം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് എനിക്കൊരു ഭാര്യ വേണം. അതായത് നമുക്കിടയിൽ യാതൊരുവിധ ഭാര്യാഭർത്തൃ ബന്ധവും കാണില്ല. പകരം എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കുടുംബത്തിൻ്റെയും മുന്നിൽ താൻ എൻ്റെ ഭാര്യയായിരിക്കും. പതിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നെ ഞാൻ മോചിതയാക്കുകയും ചെയ്തോളാം എന്ന് പറയാണ്. അപ്പോൾ കാവേരിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരു വിവാഹം എന്ന് പറയുന്നത് ഇത്ര നിസ്സാരമായിട്ടാണോ താൻ കാണുന്നത് എന്ന് കാവേരി ചോദിക്കുക. ഒരു പെൺകുട്ടിയുടെ ജീവിതം താൻ ഇത്ര നിസ്സാരമായിട്ടാണോ കാണുന്നത്? എൻ്റെ ജീവിതമാണ് പകരം താൻ ചോദിക്കുന്നത് എന്ന് വീണ്ടും കാവേരി പറയണം. ഇതൊന്നും എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു നൽകിയ മൂല്യങ്ങളെ കയ്യിൽ പിടിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ഒരു വർഷത്തേക്കൊരു ഭാര്യ, അതൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്ന് കാവേരി തീർത്ത് പറയണം. കാവേരിക്ക് ഈ ഡീലിൽ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ ഇങ്ങനെ ഒരു ഓഫർ മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് തന്നെ കരുതിക്കോളൂ എന്ന് നമ്മുടെ നരനും പറയണം. തൻ്റെ മുന്നിൽ മറ്റെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ താൻ കണ്ടെത്തിക്കോളൂ എന്ന് പറയാം. വെറുതെ തന്നെ സഹായിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ. തന്നെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചതിൻ്റെ പേരിൽ പോലും എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളതാ എന്ന് പറഞ്ഞ് നരനും അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. പക്ഷെ കാവേരി തൻ്റെ പിന്നാലെ വരുമെന്ന് നരനും ബോധ്യമുണ്ട് കേട്ടോ. കാരണം കാവേരിയുടെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. കുടുംബത്തെ അത്രയേറെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കാവേരി എന്ന് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഏകദേശം നമ്മുടെ നരന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കാവേരി എന്ത് ചെയ്യണമെന്നറിയാതെ വീണ്ടും അവിടെ ആശുപത്രിയുടെ വരാന്തയിൽ നിൽക്കുക. അപ്പം ഗംഗ അങ്ങോട്ട് വരിക. കാവേരി, എടി നീ ഇവിടെ വന്നിട്ടെന്താ വിളിക്കാതിരുന്നത്? ഓപ്പറേഷനുള്ള പണം കെട്ടിവെച്ചോ എന്ന് 100 ചോദ്യങ്ങൾ ഗംഗ കാവേരിയോട് ചോദിക്കുക. ഇത്ര സമയം നീ ഇത് എവിടെയായിരുന്നു? ബാങ്കിൽ താമസം വന്നോ? വിനീതേട്ടൻ വന്നിട്ട് നീ എന്താ വരാതിരുന്നത്? ദേ അവർ പണം കെട്ടിവെച്ചോ എന്ന് ഒരു 100 തവണയെങ്കിലും ചോദിച്ചു. ഇന്ന് തന്നെ നിങ്ങളുടെ ഓപ്പറേഷൻ നടത്തേണ്ടതാ. ചേച്ചി സമാധാനപ്പെട്, പൈസയൊക്കെ അടക്കിച്ചിട്ടുണ്ട് എന്ന് കാവേരി അപ്പം പറയാം. അപ്പം വിനീത് ഇത് സംസാരം കേട്ടുകൊണ്ട് നിൽക്കുന്ന വിനീത് കാവേരിയുടെ മുഖത്ത് ഞെട്ടലോട് കൂടി നോക്കുകയാണ് കേട്ടോ. എല്ലാം റെഡി ആയിട്ടുണ്ട് അല്ലേ? ദേ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് കാവേരി വീണ്ടും പോവാ. നീ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കണേ. അമ്മയ്ക്ക് തന്നെ ഒന്നിനും സാധിക്കില്ല, അമ്മയുടെ അടുത്ത് ഒരാൾ വേണം എന്ന് ഗംഗ പറഞ്ഞുകൊണ്ട് വീണ്ടും തിടുക്കപ്പെട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ വിനീത് വീണ്ടും കാവേരിയുടെ അടുത്തേക്ക് ചെല്ലുക. കാവേരി എന്തിനാ കള്ളം പറഞ്ഞത്? ഗംഗയുടെ സത്യങ്ങളൊക്കെ പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുക. വിനീതേട്ട, ഞാൻ എന്താ പറയേണ്ടത്? ഗംഗേച്ചി എന്നോട് പണം അടച്ചോന്ന് ചോദിക്കുമ്പം അടച്ചില്ല, കാശ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഗംഗേച്ചിയുടെയും വീട്ടിലുള്ളവരുടെയൊക്കെ അവസ്ഥ എന്താകും എന്ന് ചോദിക്കുക. നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ലല്ലോ. എനിക്കറിയാം എൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാ. ഗംഗ എന്നെ ഉപേക്ഷിച്ചോട്ടെ, എന്നാലും വേണ്ടില്ല, സത്യങ്ങൾ എല്ലാവരും അറിയാം എന്ന് പറയാം. വേണ്ട, ആർക്കും ആരെയും നഷ്ടപ്പെടണ്ട. ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്, നിളയുടെ ഓപ്പറേഷൻ എന്തായാലും നടക്കും എന്ന് പറഞ്ഞ് കാവേരി അവിടെ നിന്നങ്ങോട്ട് പോവാണ്. അപ്പോൾ കാവേരി പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ വിനീതിന് മനസ്സിലാകുന്നുമില്ല കേട്ടോ. വിനീത് അവിടെ തന്നെ ഇരിക്കുക. പെട്ടെന്ന് കാവേരി നരനെ ഫോൺ വിളിക്കുകയാണ്. അപ്പം നരൻ കാവേരിയുടെ അടുത്തേക്ക് വരിക. എന്താ, ഞാൻ പറഞ്ഞ ഡീലിന് കാവേരിക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുക. അതെ, ഒരു വർഷത്തേക്ക് തൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ എനിക്ക് സമ്മതമാണ്. പകരം ഒരു കുറവും ഇല്ലാതെ എൻ്റെ അനിയത്തിയുടെ ഓപ്പറേഷൻ ഇന്ന് തന്നെ നടക്കണം എന്ന് പറയാം. ഈ നരൻ വാക്കു പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും പാലിക്കുന്നവനാ. കാവേരിയുടെ അനിയത്തിയുടെ ഓപ്പറേഷന് വേണ്ട സകല കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നിരിക്കും. അതുമാത്രമല്ല, തുടർന്ന് വേണ്ട ചികിത്സാ സഹായങ്ങളും ഞാനിവിടെ ചെയ്തു തന്നിരിക്കും. അതുപോരെ എന്ന് ചോദിക്കുകയാണ്. അത്
മാത്രം പോരാ, എൻ്റെ ഫാമിലി സേഫായിട്ട് തൻ്റെ ഔട്ട് ഹൗസിൽ തന്നെ താമസിക്കണം. താൻ അവരെ ഇറക്കി വിടാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും പാടില്ല. അത് ഓൾറെഡി ഡീൽ ചെയ്തതാണല്ലോ എന്ന് നരനപ്പ ചോദിക്കുകയാണ്. തൻ്റെ കുടുംബത്തിനോ തൻ്റെ അനിയത്തിക്കോ ഒരു പ്രശ്നം ഉണ്ടാകാതെ അവരെ ഞാൻ സംരക്ഷിച്ചോളാം. പകരം ഞാൻ പറഞ്ഞ കാര്യം തനിക്ക് സമ്മതമാണല്ലോ എന്ന് ചോദിക്കുക. അതെ എന്ന് പറയണം. നമ്മുടെ നരനാണെങ്കിൽ കുറേ പേപ്പറുകളൊക്കെ ആയിട്ട് കാവേരിയുടെ അടുത്തേക്ക് വരിക. നമ്മൾ തമ്മിലുള്ള ഈ ഒരു എഗ്രിമെൻറ്റ് എല്ലാം നിയമാനുസൃതം തന്നെ വേണം എന്ന് പറഞ്ഞ് അതിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ വിനീതല്ല നരൻ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. കാവേരി അതൊക്കെ വായിച്ചു നോക്കുക. അത് വായിക്കുമ്പം പോലും കാവേരിയുടെ കണ്ണ് നിറഞ്ഞിട്ട് അക്ഷരങ്ങൾ പോലും തെളിയുന്നില്ല കേട്ടോ. തൻ്റെ ജീവിതം ഇതെങ്ങോട്ടാണ് പോകുന്നത്, തൻ്റെ ജീവിതത്തിന് ഇത് അന്ത്യമാണോ എന്നൊക്കെയുള്ള ചിന്ത കാവേരിയുടെ മനസ്സിലേക്ക് കടന്നു വരിക. എല്ലാവർക്കും വേണ്ടി ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്യുമ്പം അവരാരും ഒരിക്കലും തന്നെ മനസ്സിലാക്കാൻ പോകുന്നില്ല. എൻ്റെ അമ്മയ്ക്കും കൂടെപ്പിറപ്പുകൾക്കും മുന്നിൽ ഞാൻ വെറുക്കപ്പെട്ടവളായിട്ട് മാറും. എന്നാലും സാരമില്ല, എൻ്റെ അനിയത്തിയുടെ ഓപ്പറേഷൻ നടന്ന് കാണണം, അത് മാത്രമേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് കാവേരി മനസ്സിൽ പറയണം. അപ്പോൾ കാവേരി നരനോട് പറയും, എനിക്കിതൊന്നും വായിക്കണമെന്നില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം എനിക്ക് സമ്മതമാണ് എന്ന് കാവേരി പറയണം. എന്നിട്ട് കാവേരി അതിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. 1 വർഷത്തേക്ക് ഭാര്യ ഭർത്തൃ ബന്ധം, അതും നിയമപരമായി കല്യാണം കഴിക്കണം എന്നുള്ളൊരു അജണ്ടയും അതിലുണ്ട് കേട്ടോ. കാരണം മുത്തശ്ശൻ അന്വേഷണത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ താൻ പെട്ടുപോകുമെന്ന് നരന് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നമ്മുടെ നരൻ കാവേരിയെ കല്യാണം കഴിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് തീരുമാനം. ഇതേ സമയം കുറേ ഓപ്പറേഷനൊക്കെ നിലയുടെ നല്ല രീതിയിൽ തന്നെ നടന്നതിന് ശേഷം കാവേരിയെ കാണാതാകുമ്പോൾ എല്ലാവരും കാവേരി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ വിനീതിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, കാവേരി എവിടെ എന്ന് ചോദിക്കുക. അപ്പോൾ വിനീത് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം ഓപ്പറേഷൻ നല്ല രീതിയിൽ നടന്നു, ഓപ്പറേഷനുള്ള തുകയെല്ലാം അടച്ചിട്ടുണ്ട് എന്ന് വിനീതും കൂടി കേൾക്കുകയാണ് അവിടുത്തെ സ്റ്റാഫ് വന്ന് ഇവരോട് പറയുന്ന ഇതൊക്കെ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഒരു പൊട്ടനെ പോലെ വിനീത് അവിടെ നിൽക്കുക. ഒരു കാര്യങ്ങളും ആരോടൊട്ട് തുറന്നു പറയുന്നുമില്ല. കാവേരിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചിന്ത വിനീതിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിലും എന്താ ഏതാ എന്നൊന്നും ഒരു പിടുത്തം കിട്ടാതെ അവിടെ തന്നെ വിനീത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി എവിടെയെന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ വിനീതിനോട് വന്ന് ചോദിക്കുമ്പോഴും എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ വിനീത് നിൽക്കുക. അവളല്ലേ വന്ന് പൈസ അടച്ചത് എന്ന് ചോദിക്കുമ്പോൾ വിനീത് തലയാട്ടുവാണ്. എന്നിട്ട് അവൾ എവിടെ പോയി എന്ന് വീണ്ടും ചോദിക്കുക. അപ്പോൾ അതിനൊന്നും വിനീത് മറുപടി കൊടുക്കുന്നില്ല. അപ്പോൾ ഗംഗയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ കാവേരിയെ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെയാണ് നമ്മുടെ നരനും കാവേരിയും വിവാഹമൊക്കെ കഴിഞ്ഞ് നേരെ അവർ നരൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം മുത്തശ്ശനും മുത്തശ്ശിക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ പോലും സാധിച്ചിട്ടില്ല. ഇന്നിവിടെ നിന്ന് ഇറങ്ങിപ്പോയ തൻ്റെ കൊച്ചുമോൻ അയൽവക്കത്തെ വീട്ടിലെ കുട്ടിയുമായിട്ട് വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു എന്നുള്ള കാര്യം അവർക്ക് ഉൾക്കൊള്ളാൻ പോലും സാധിച്ചിട്ടില്ല. നമ്മുടെ അംബികാമ്മയ്ക്കാണെങ്കിൽ ആദ്യ കാഴ്ചയിൽ തന്നെ നരന് ചേരുമെന്ന് തോന്നിയ പെൺകുട്ടിയാണല്ലോ കാവേരി. ആ ഒരു ഇഷ്ടം കാവേരിയോടുണ്ട്. എന്തായാലും നിലവിളക്ക് കൊടുത്ത് കാവേരിയെ ഉള്ളിലേക്ക് അവർ ആനയിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ റിസപ്ഷൻ നടത്തണമെന്നും തീരുമാനിക്കുകയാണ്. അപ്പം ഇന്നല്ലേ ഓപ്പറേഷൻ എന്നുള്ള കാര്യമൊക്കെ മുത്തശ്ശൻ കാവേരിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാവേരി അക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ പോയി ശാരദയോട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം. ഇന്ന് തന്നെ എൻ്റെ മക്കൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത് ഒട്ടും ശരിയായില്ല. സ്വന്തം അനിയത്തിക്ക് ഓപ്പറേഷൻ സമയത്ത് ചേച്ചി ഇഷ്ടക്കാരൻ്റെ കൂടെ പോരുക എന്ന് പറഞ്ഞാൽ അതെന്ത് തെറ്റാ കുട്ടി എന്നറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാതെ കാവേരി തല കുനിച്ച് നിൽക്കുക. കാവേരിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും മറുപടി ഇല്ലല്ലോ. ഇതേ സമയം നരൻ്റെ കല്യാണം കഴിഞ്ഞ ഷോക്കിൽ താൻ ഇത്രയും കാലം സ്വപ്നം കണ്ട സകല പ്ലാനുകളും തകിടമറിഞ്ഞ വേദനയിൽ നെഞ്ചുരുക്കി നിൽക്കുന്ന മറ്റൊരാളും കൂടി നമ്മുടെ നരൻ്റെ വീട്ടിലുണ്ട്. ഗായത്രിയുടെ ഭർത്താവ്. അയാൾക്കിതൊന്നും ഉൾക്കൊള്ളാൻ പോലും സാധിച്ചില്ല. നരൻ ഒരിക്കലും കല്യാണം കഴിക്കില്ലെന്നും അവന് കൂടി അവകാശപ്പെട്ട സകല സ്വത്തുകളും തൻ്റെ കയ്യിൽ വന്ന് വീഴുവെന്നും ഒക്കെയുള്ള അയാളുടെ ആർത്തിക്ക് മേലാണ് ഇപ്പം ഇങ്ങനെ രാണി അടിച്ചിരിക്കുന്നത്. അയാളും തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനൊരു ട്വിസ്റ്റ് അയാളും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. എന്തായാലും നമ്മുടെ കാവേരി കല്യാണം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നുണ്ട്. ആർക്കും ഇത് ഉൾക്കൊള്ളാൻ പോലും സാധിക്കുന്നില്ല കേട്ടോ. ശാരദ കാവേരിയെ പ്രാഗി അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. ഇനി എൻ്റെ കൺമുന്നിൽ പോലും നിന്നെ കണ്ടു പോകരുത്. സ്വന്തം അനിയത്തിയുടെ ഓപ്പറേഷൻ്റെ അന്ന് തന്നെ നീ നിന്റെ ഇഷ്ടക്കാരനുമായിട്ട് ഇറങ്ങിപ്പോയെങ്കിൽ നിനക്ക് എന്ത് സ്നേഹമാണ് ഞങ്ങളോടുള്ളത്. നീ മനഃപൂർവ്വം ഇവിടെ കൊണ്ട് ഞങ്ങളെ താമസിപ്പിച്ചത് പോലും ആണെന്ന് പോലും ശാരദ വിളിച്ചു പറയുന്നുണ്ട്. ഗംഗയും കാവേരിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ പല വർത്തമാനങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ കാവേരി തകർന്നു പോവാണ്. വിനീത് ഒരു അക്ഷരം പോലും കാവേരിക്ക് അനുകൂലമായിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പം അതും കാവേരി ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്.
ഇതേ സമയം നമ്മുടെ അച്ചമ്മയ്ക്ക് മാത്രം കാവേരിയുടെ ഒരു സഹതാപം തോന്നുന്നുണ്ട്. തൻ്റെ കൊച്ചുമോള് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നവളല്ല, കുടുംബത്തെ അത്രയും സ്നേഹിക്കുന്നവളാണ്. തൻ്റെ മറ്റുള്ള കൊച്ചുമക്കളെ പോലൊന്നും അല്ല, അവൾക്ക് കൂടപ്പറപ്പുകളോട് അത്രയും അന്ധമായ സ്നേഹമുള്ള ഒരു കുട്ടിയാണ്. അവൾ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ടെന്ന് രാധമ്മ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ആരും അതൊന്നും വിശ്വസിക്കുന്നില്ല. കാവേരി തെറ്റുകാരിയാക്കി കാണാൻ മാത്രമാണ് ശാരദയും ഗംഗയും യമുനയും ഒക്കെ മുൻകൈ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കാവേരി ആകെ തകർന്ന് തരിപ്പണമായി പോവാണ്. ഇതേ സമയം എന്തായാലും ഇവരുടെ കല്യാണം കഴിഞ്ഞു, ഇതൊരു റിസപ്ഷൻ ഗംഭീരമായി നടത്തണം എന്ന് മുത്തശ്ശനൊരു തീരുമാനം എടുക്കുകയാണ്. നാടും നാട്ടുകാരും അറിഞ്ഞ് അതിഗംഭീരമായി. അപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുകയാണെന്ന് നമ്മുടെ നരന് മനസ്സിലാകുന്നുണ്ട്. കാരണം കാവേരിയുടെയും തൻ്റെ വിവാഹം ഒരുപാട് പേരുകളിലേക്ക് എത്തിക്കാതെ ഒതുക്കി വെക്കാനായിരുന്നു നരൻ്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ മാത്രമാണല്ലോ കാവേരി എത്രയും വേഗം തനിക്ക് ഫ്രീ ആക്കി വിടാനായിട്ട് സാധിക്കൂ. ഇത് മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പം എന്ത് ചെയ്യണമെന്നറിയാതെ നരൻ്റെ മകൻ പെട്ടുപോവുക. അവരെ ധിക്കരിച്ച് തനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ കാവേരി മകൻ തകർന്ന മട്ടിൽ ഒരുപാട് ആ പാവം കരയുന്നുണ്ട്. അപ്പം നരനോട് പറയുന്നുണ്ട് റിസപ്ഷൻ ഒന്നും നടത്തരുതെന്ന്. പക്ഷെ നരൻ അതിനും കാവേരിയെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാവേരി ആകെ ബന്ധനങ്ങൾക്കും ഇടയിൽ പെട്ടു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുവേ. അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. സ്വന്തം അനിയത്തിയുടെ ജീവിതത്തിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ കാവേരി ത്യാഗം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ത്യാഗം വലിയൊരു ശരിയായി മാറുന്നത് നമുക്ക് പോകെ പോകെ കാണാനായിട്ട് സാധിക്കേ. അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്ന ആഴ്ചയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും